ആ വിവേകേ, ഇപ്രാവശ്യം എന്തെങ്കിലും നടക്കുമോ? സിനിമയുടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? സാറ് കഥ കേട്ടു എന്ന് അറിഞ്ഞത്. നമ്മുടെ കഥ ഇത്തവണ എന്തായാലും സിനിമയാക്കും. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു, ഓക്കെ. പക്ഷേ ഈ ലവ് സ്റ്റോറികൾക്കൊന്നും പഴയ പോലെ ഡിമാൻഡില്ല. ഒരു ഹൊററായിട്ടുള്ള വല്ലതും കൊണ്ടുപോവാ, അപ്പം നോക്കാം. അത് നടക്കില്ല ബ്രോ. അവർക്ക് ഹൊറർ സബ്ജക്റ്റാണ് ആവശ്യം. ഓ, എനിക്കിത് വർക്കാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ എഴുതാത്ത ടൈപ്പ് ഒരു ജോണറല്ലേ. ഈ ഡോക്ടർ മുരഹരദാസിന്റെ വീട് ഏത് ഭാഗത്താ? ഓ, സൈക്കോ മുരഹര, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അറിയൂ. പേരങ്ങനെയാണെങ്കിലും തന്ത്രം മന്ത്രം പഠിച്ചിട്ടുള്ള ആള് പ്രഗത്ഭന. നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് 2 പറലൊന്ന് അവിടെ ആരോട് യെസ് സാർ, ഞാൻ വിവേക്. അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു സാറിൻ്റെ. ഓ, നവീൻ പറഞ്ഞ എഴുത്തുകാരനല്ലേ? വരൂ, മുകളിലേക്ക് ഇരിക്കാം. താങ്കളുടെ മെയിലെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. ഓൾമോസ്റ്റ് എല്ലാ കേസുകളും ഞാൻ സാറിൻ്റെ ബ്ലോഗിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതിലാ വെൽവെറ്റ് കേസ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. വ്യത്യസ്ത ഇടങ്ങളിൽ ജോലി ചെയ്തിരുന്ന പരിചയക്കാരായ 2 പേർ. അവർ താമസിക്കാനൊരു ഇടം തേടിയുള്ള അലച്ചിലായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഹുലും വിജീഷും, അതാണ് അവരുടെ പേര്. ഒരിടത്ത് അഴിയുമ്പോൾ മറ്റൊരിടത്ത് മുറുകുന്ന ശരിക്കും ഊരാക്കുടുക്ക്. വെൽവെറ്റ് കേസ്. സിഗരറ്റ് എന്തായി? വാടക കൊടുത്ത് മുടിഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് ഞാൻ ചാവി മേടിക്കാണ്ട് വരാം. അപ്പൊ നാളെ തന്നെ കയറി താമസിക്കാം. ശരി. വൈകിട്ട് ചാവി കിട്ടൂട്ടാ. അയ്യോ, സെറ്റ്. വീട് പഴയതാണെങ്കിലും വീട്ടുസാധനങ്ങളടക്കം വീടൊരു മുതല. അതെ അതെ, നമുക്ക് അത്യാവശ്യത്തിനുള്ള വീട്ടു സാമഗ്രികൾ ഇവിടെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി സെറ്റ് ചെയ്യണം. കമോൺ. ഒരു ചായ ഉണ്ടാക്കിട്ടാവും ബാക്കി കാര്യം. ചായ സെറ്റ്. പൊളി ചായ. ഇതുണ്ട് കഴിച്ചാൽ ചെറിയൊരു ആശ്വാസം കിട്ടും.
ബിജോ എന്താണ് അവിടെ പൊളിക്കുന്നത്? തുറന്നാ പണ്ടത്തെ അവിടുത്തെ താമസക്കാരുടെ ആയിരിക്കും. ഈ പൂട്ടിന് ഒരുപാട് പഴക്കമുണ്ട്. പക്ഷേ ഈ സീൽ അത് വിട്, അതുപോലെ ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം. എന്താ മോള് നല്ല സൗണ്ട് ആക്കണ? ഞാൻ നോക്കിയിട്ട് വരാം. അതാ ട്രങ്ക് പെട്ടി താഴെ വേണതാ. മോളത്തെ ലൈറ്റ് വർക്ക് ചെയ്യണില്ല. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നോക്കിക്കണം. ഇലക്ട്രീഷ്യനൊക്കെ പിന്നെ വിളിക്കാം. ഇപ്പം നമുക്ക് ഫുഡ് അടിക്കാം, കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓ വിളമ്പ് വിളമ്പ്. ഇതാരാ വാതിൽ തുറന്നത്? ഡാ, എന്താ പറ്റിയേ? ഓഫീസിൽ നിന്നും പോകണില്ലേ? സുഖലടാ, ഒരു പനിക്കോളുള്ള പോലെ. ഫുഡ് ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് തന്നെ വിളിക്കാം. രവീന്ദ്രഭാഷ മോനാണ് ഞാൻ. ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ. ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്.
എന്താടാ? നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിന്റെ പനിയൊക്കെ മാറിയോ? പനി പറഞ്ഞു. എന്താ അപ്പുറത്ത് പിള്ളേരെ ബഹളം കേൾക്കുന്നുണ്ടല്ലോ? എടാ, നമ്മുടെ പൂട്ടിലെക്കണ റൂമില്ലേ, അതിലത്തെ ഡോളെടുത്ത് ഞാൻ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. ഡോളോ? ഏത് ഡോൾ? അത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ എന്താ, നിന്റെ പനിയൊന്നും മാറിയില്ലേ? പിച്ചും പൈ പറയുന്നു. ആകെ നനഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്താ മാൻ, അപ്സെറ്റ് ആണല്ലോ? ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓഫീസിലല്ല, ഇവിടെയാണ് പ്രശ്നം. ആ ഡോൾ, അതിന് ഞാൻ സ്വപ്നം കണ്ടറാ. വല്ലാത്തൊരു സ്വപ്നം. സ്വപ്നം, ഡോള്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കടാ. ഒഴിവാക്കിയതാ, ദൂരേക്ക് വലിച്ചെറിഞ്ഞതാ. പിന്നെ നീ എങ്ങനെ അതെനിക്ക് മനസ്സിലാവും. നീ ഇതെന്തൊക്കെയാ പുലമ്പണ്? എന്താടാ ഇതൊക്കെ നമ്മളിപ്പോ കണ്ടത്? ആ മുറി വെളുപ്പാക്കണം. ഈ പാവലടാ നമ്മളെടുത്ത് കൊടുത്തത്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നേ? ഈ വീട്ടിൽ നമ്മളറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ റെഡിയാവില്ല. ഞാൻ എത്രയും വേഗം ഈ വിവരം നമ്മുടെ മുരഹരി സാറിനെ അറിയിക്കട്ടെ. അതുകൊണ്ട് സാർ എത്ര പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. സാറ് വന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ റെഡി ആവുള്ളൂ എന്ന് എനിക്ക് തോന്നരുത്. ഒരു മിനിറ്റ് സാറേ, ഇവിടെ എന്തൊക്കെയോ ശബ്ദങ്ങളോ കേൾക്കുന്നു സാർ. സാർ എത്ര പെട്ടെന്ന് വന്നേ പറ്റും. പ്ലീസ് സാർ, പ്ലീസ്. വിജിഷേ, തുറക്കടാ. വിജിഷേ, വിജിഷേ, എന്ത് പറ്റിയടാ? വിജിഷേ, അവിടെ അവിടെ വിജീഷിന് ആരോ, അവിടെ ആരോ ഉണ്ട്. ആരോ. എത്രയും പെട്ടെന്ന് വണ്ടിയിൽ കയറ്. ഇവിടെ നിന്നാൽ നമ്മളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. സാർ, അത് വിജീഷിനെ. സാർ വന്നില്ലായിരുന്നു. റിലാക്സ്, റിലാക്സ് രാഹുൽ, റിലാക്സ്. നിങ്ങൾ അവിടെ എന്താ കണ്ടത്? സാർ, ആ ഡോൾ, അതിനുശേഷമാണ് ഇതെല്ലാം. രാഹുൽ, ആ ഡോളാണ് പ്രധാന പ്രശ്നം. അത് ഇൻഫെക്റ്റഡ് ആണ്.
ചെന്നൈ കോട്ടയിലേക്കാണെങ്കിൽ എന്നെയും കൊണ്ടുപോവോ? ഞങ്ങൾ ആ വഴിക്കല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കൂ. വിജീഷിനെ അപകടപ്പെടുത്തിയത് ഇയാളാണെന്നൊരു സംശയം. അന്ന് ചുമരിൽ കണ്ടതും ഇതുപോലൊരു രൂപമാണ്. സാർ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? രാഹുൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അത് കേവലം ഒരു മനുഷ്യനല്ല, ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി. ഇമ വെട്ടാത്ത കണ്ണുകൾ, മാംസം ചീഞ്ഞളിഞ്ഞ ഗന്ധം. നോക്കൂ, ഈ പൂക്കളെല്ലാം വാടിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ എൻറ്റിറ്റി ഫ്രം അതർ സൈഡ്. അതെന്തിനും നമ്മുടെ പുറകെ? തീർച്ചയായും അതിനെന്തോ ഉദ്ദേശമുണ്ട്, നല്ലതല്ലാത്തതൊന്ന്. അതെല്ലാം കണ്ടെത്തി അഴിക്കണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. ചെന്നൈ കോട്ട. എല്ലാറ്റിൻ്റെയും ഉത്തരം അവിടുന്ന് കിട്ടും.